കേരളത്തിൽ നിന്നും ഒരു കിഡിലും ഗെയിം സ്റ്റീമിൽ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. കാണാനൊക്കെ നൈസായിട്ടുണ്ട്. അതിൻ്റെ ട്രെയിലറും റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹൊറർ അറ്റ്മോസ്ഫിയറും ആ സൗണ്ട് ട്രാക്ക് എല്ലാം കിടിലനായിരുന്നു. ഫെബ്രുവരിയിലായിരിക്കും ഇതിൻ്റെ ഒരു റിലീസ്. സോ കഴിയുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. കേരളത്തിൽ നിന്നൊരു ഗെയിമാണ്. ഇനിയും ഇതുപോലത്തെ പല ഗെയിംസും കേരളത്തിൽ നിന്ന് വരണം. അങ്ങനെ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെയും സപ്പോർട്ടും വേണം. അപ്പോൾ ഗെയിമിംഗ് അപ്ഡേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇനിയും ഇതുപോലത്തെ മറ്റു വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതുവരെ കിട്ടിയതിൽ വെച്ച് തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് യുബിസോഫ്റ്റിനെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. യുബിസോഫ്റ്റ് 6 ഗെയിംസ് ക്യാൻസൽ ചെയ്ത് 7 ഗെയിംസ് ഡിലേ ആക്കി. അത് കൂടാണ്ട് അവരുടെ 2 സ്റ്റുഡിയോസ് അടച്ചുപൂട്ടി. ഈ ക്യാൻസൽ ചെയ്ത ഗെയിംസിൽ ഉണ്ടായിരുന്നത് ഒന്നാണ് പ്രിൻസ് ഓഫ് പേർഷ്യ സാൻഡ്സ് ഓഫ് ടൈം. ഈ ഒരു ഗെയിം അനൗൺസ് ചെയ്തത് 2020 ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗെയിം 2.5 years ആയിട്ട് ഡെവലപ്മെന്റിലാണ്. ആൻഡ് അടുത്ത വർഷം അതായത് 2021 ജനുവരിയിൽ ഇത് റിലീസ് ചെയ്യുന്നതായിരുന്നു. ഈ ഒരു സമയത്ത് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് യുബിസോഫ്റ്റ് പൂനെയിലും മുംബൈയിലും വെച്ചിട്ടായിരുന്നു. പിന്നീട് പല പല പ്രശ്നങ്ങളും കാരണം 2022 യുബിസോഫ്റ്റ് മോൺട്രിയലായിട്ട് അത് മാറ്റി അതിൻ്റെ ഒരു ഡെവലപ്മെന്റ്. പിന്നീട് ആ ഒരു ഗെയിം ഡിലേ ആക്കി അങ്ങനെ അവസാനം 2026 ഏകദേശം 7 to 8 ഇയേഴ്സിന്റെ ഡെവലപ്മെന്റിന് ശേഷം ആ ഒരു ഗെയിം ക്യാൻസൽ ചെയ്തതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അസാസിൻസ് ക്രീഡിന്റെ ഒക്കെ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റാവുന്ന ഒരു ഗെയിമായിരുന്നു ഈ പ്രിൻസ് ഓഫ് പേർഷ്യ ഫ്രാഞ്ചൈസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതാണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ. എന്തായാലും സാൻഡ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് അവർ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ ഈ ഒരു ഫ്രാഞ്ചൈസ് ഇവരിപ്പോഴും ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇനിയും ഇതിന്റെ ഗെയിംസ് ഒക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം. ഇത് കൂടാണ്ട് ഒരു 5 ഗെയിംസും കൂടി ഇവർ ക്യാൻസൽ ചെയ്തു, ഇൻക്ലൂഡിംഗ് 1 മൊബൈൽ ഗെയിം. ഇതിന്റെ നെയിംസ് ഒന്നും അവരെവിടെ റിവീൽ ചെയ്തിട്ടില്ല. ഇതിന്റെ ഒരു കാരണം അവർ പറഞ്ഞത് ഈ ഒരു ഗെയിംസ് ഒന്നും ഒരു ക്വാളിറ്റി എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. യുബിസോഫ്റ്റ് പോലത്തെ ഒരു ബിഗ്ഗസ്റ്റ് ഗെയിമിംഗ് കമ്പനി ഏകദേശം 7 to 8 years ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടും അവർക്ക് ആ ഒരു ക്വാളിറ്റി എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 7 ഗെയിംസ് ആണ് ഇവർ ഡിലേ ആക്കിയിട്ടുള്ളത്. ഈ ഒരു 7 ഗെയിംസിന്റെ നെയിംസ് ഒന്നും അവർ ഒഫീഷ്യലായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ പല പല റൂമേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് വന്നത് അസാസിൻസ് ക്രീഡ് 4 ബ്ലാക്ക് ഫ്ലാഗ് റീസിംഗ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റീമാസ്റ്റേഡ് ഗെയിമാണ്. എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഗെയിമാണ് അസാസിൻസ് ക്രീഡ് ബ്ലാക്ക് ഫ്ലാഗ്. ഈ വർഷം ഏപ്രിലിന് മുന്നായിട്ടായിരുന്നു ഇതിന് റിലീസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ ഡിലേ ആക്കിയിട്ട് അടുത്ത വർഷം ഏപ്രിൽ മുന്നായിട്ടായിരിക്കും ഇപ്പോൾ ഇത് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതുകൂടാണ്ട് ഫാർ ക്രൈ 7, സ്പ്ലിൻഡർ സെൽസ് റീമേക്ക്, ഗോസ്റ്റ് റീകോൺ, അസാസിൻസ് ക്രീഡ് ഹെക്സെ ഇങ്ങനത്തെ കുറച്ച് ഗെയിംസ് ഒക്കെയാണ് അവരൊരു ഡിലേ ഇൻക്ലൂഡ് ചെയ്തെന്ന് പറയുന്നത്. ഇത് അവരെവിടെ കൺഫേം ചെയ്തിട്ടില്ല, ജസ്റ്റ് റൂമേഴ്സ് ആണ്. എന്തായാലും ഈ ഒരു ഡിലേ അതിന്റെ റീസണും ഇവർ പറയുന്നത് ആ ഒരു എൻഹാൻസ്ഡ് ക്വാളിറ്റി അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ്. അതുപോലെ യുബിസോഫ്റ്റിന്റെ 2 ചെറിയ സ്റ്റുഡിയോസും അവർ ക്ലോസ് ചെയ്തു. ഒന്ന് ഹാലിഫാക്സ് സ്റ്റുഡിയോസ്, AC റെബല്യനും റെയിൻബോ 6 മൊബൈലെല്ലാം ഡെവലപ്മെന്റ് ചെയ്തത് ഇവരാണ്. അടുത്തത് സ്റ്റോക്ക്ഹോം സ്റ്റുഡിയോസ്. ഇവരാണ് സ്റ്റാർ വാർസ് ഔട്ട്ലോസിലും അവതാർ ഫ്രണ്ടിയേഴ്സ് ഓഫ് പണ്ടോറ എന്ന് പറയുന്ന ഒരു ഗെയിമിലും മാസു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ഡെവലപ്മെന്റ് ടീമിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്. സോ ഈ 2 സ്റ്റുഡിയോസും ഇവർ ക്ലോസ് ചെയ്തു. ഇതിലെ കുറച്ച് ആൾക്കാരെല്ലാം അവരുടെ അപ്കമിംഗ് മേജർ പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തു. ബാക്കിയുള്ളവരെല്ലാം പിരിച്ചുവിട്ടു. ഇതിൽ യുബിസോഫ്റ്റിന് പറയാനുള്ളത് നെക്സ്റ്റ് 3 months അവരൊരു പ്ലാനിങ്ങിനെല്ലാം വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഡിസംബറിലും ജനുവരിയിലെല്ലാം നടന്ന ഒരു റിവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് എല്ലാം വരുത്തിയത്. ഒന്നുമില്ല, ഇവർ ഉദ്ദേശിക്കുന്നത് വരും വർഷങ്ങളിൽ ഒരു ഫുൾ റീകൺസ്ട്രക്ഷൻ നടത്തിയിട്ട് ഓരോ ക്രിയേറ്റീവ് ഹൗസസും ഇൻഡെപ്ത് ആയിട്ട് ഓരോ ടൈപ്സ് ഓഫ് ഗെയിംസിൽ ഫോക്കസ് ചെയ്യാനാണ്. എന്തായാലും വരും വർഷങ്ങളിലെല്ലാം അറിയാൻ പറ്റും എത്രത്തോളം എഫക്റ്റീവ് ആണ് ഈ ഒരു സ്ട്രാറ്റജി എന്നെല്ലാം. അതുപോലെ പുതിയ 4 IPs അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയും ഡെവലപ്മെന്റിലാണ് എന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് അതിൽ ഒന്നാണ് മാർച്ച് ഓഫ് ജെയിൻസ്. ഈ ഒരു ഗെയിംസിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമിന്റെ കോപ്പിറൈറ്റ്, അതിന്റെ കോഡ്, ക്യാരക്ടേഴ്സ്, സ്റ്റോറി, മാപ്പ്, വിഷ്വൽ, ആർട്സ്, ട്രേഡ് മാർക്ക്, പേറ്റന്റ്, അങ്ങനെ ഒരു ഗെയിമിന്റെ മൊത്തത്തിലുള്ള റൈറ്റ്സിനെ പറയുന്നതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. സോ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ യുബിസോഫ്റ്റിൽ നടക്കുന്നത്. ഇനിയും വരും മാസങ്ങളിലെല്ലാം പല പല ലേ ഓഫ്സ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് യൂബിസോഫ്റ്റിൽ നടക്കുന്ന കുറച്ച് ചേഞ്ചസ്. ഇനി മറ്റു വീഡിയോസിൽ പോകാം. ഏറ്റവും അവസാനം എക്സ്ബോക്സിന്റെയും പ്ലേ സ്റ്റേഷന്റെയും PC-യുടെ എല്ലാം എക്സ്ക്ലൂസീവ് ന്യൂസിനെ കുറിച്ച് നോക്കാം. ടോം ക്ലാൻസി ദി ഡിവിഷൻ എന്നൊരു ഗെയിമിന്റെ 10th anniversary ആണ് ഈ ഒരു വർഷം. അതുകൊണ്ട് തന്നെ ഈ വരുന്ന മാർച്ചിൽ ദി ഡിവിഷൻ 2 എന്ന് പറയുന്ന ഒരു ഗെയിമിൽ ഒരു പുതിയ റിയലിസം മോഡ് വരുന്നുണ്ട്. കറന്റ് ഒരു ലിമിറ്റഡ് ടൈമിലാണ് ഇത് കൊടുക്കുന്നത്. മേ ബി ഇത് കളിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെർമനന്റ് ആയിട്ടും ഒരു ഗെയിമിൽ വെക്കാം. ഈ ഒരു മോഡിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാൻ ആ ഒരു പേര് പോലെ തന്നെ ഗെയിം പ്ലേ എല്ലാം അത്യാവശ്യം റിയലിസ്റ്റിക് ആയിരിക്കും. സ്കിൽസിന്റെ എല്ലാം കൂൾ ഡൗൺ ടൈം കൂട്ടും. ബുള്ളറ്റ് ടൈം എല്ലാം കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഹെൽത്തും ഓട്ടോമാറ്റിക്കായിട്ട് റീജനറേറ്റ് ആവില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ചേഞ്ചസ്. ഹോളോ നൈറ്റ് സിൽക്ക് സോങ്ങിന്റെ സീ ഓഫ് സോറോ എന്ന് പറയുന്ന ഒരു ഫ്രീ എക്സ്പാൻഷൻ ഈ വർഷം റിലീസ് ചെയ്യും. 007 ഫസ്റ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം 2 മാസത്തേക്ക് ഡിലേ ആയിട്ടുണ്ട്. ഇപ്പോൾ അത് റിലീസ് ചെയ്യാൻ പോകുന്നത് 27th of May ആയിരിക്കും. വാർക്രാഫ്റ്റ്, ഡിയാബ്ലോ, ഓവർവാച്ച് എന്നീ സീരീസിന്റെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ബ്ലിസാർഡ് ഒരു 3rd person സ്റ്റാർക്രാഫ്റ്റ് ഗെയിമും ഡെവലപ്പ് ചെയ്യുന്ന റൂമർ കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കൺഫേം ആണ്. 2026 ബ്ലിസ്കോൺ എന്ന് പറഞ്ഞ ഇവന്റിലായിരിക്കും മിക്കവാറും ഇത് അനൗൺസ് ചെയ്യുക. ജനുവരി 21 ഒരു ഫ്രീ അപ്ഡേറ്റോട് കൂടിയിട്ട് ഫാർ ക്രൈ 3 പ്രൈമലും ബ്ലഡ് ഡ്രാഗനും 60 FPS റൺ ചെയ്യാൻ പറ്റും. PS5, PS5 Pro ആൻഡ് ബോത്ത് എക്സ്ബോക്സ് സീരീസിലും ഇത് അവൈലബിൾ ആയിരിക്കും. ജനുവരി ലാസ്റ്റോട് കൂടിയിട്ട് കുറച്ച് ഗെയിംസ് PS Plusൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഗെയിംസ് ആണ് ആഡ് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിംസ് എല്ലാം ഉണ്ട്, എസ്പെഷ്യലി റെസിഡന്റ് ഇവിൽ വില്ലേജ്. ബാക്കി ഗെയിംസ് എല്ലാം നല്ല റേറ്റിംഗ് എല്ലാം ഉണ്ട്. ഞാൻ കളിച്ച് നോക്കിയിട്ടില്ല. സോ താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്യാം. ലൈഫ് ഈസ് സ്ട്രേഞ്ച് എന്ന് പറയുന്ന ഗെയിമിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ലൈഫ് ഈസ് സ്ട്രേഞ്ച് റിയൂണിയൻ ഈ മാർച്ചിൽ റിലീസ് ചെയ്യുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ക്ലോയി പ്രൈസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറൊക്കെ തിരിച്ചു വരുന്നു പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പൊക്കെയാണ്. ഞാൻ പേഴ്സണലി ഗെയിം കളിച്ച് നോക്കിയിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. റെസിഡന്റ്
റെസിഡന്റ് ഇവിൽ കോഡ് വെറോണിക്ക എന്ന് പറഞ്ഞ ഗെയിമിന്റെ റീമേക്ക് ഈ വർഷം അനൗൺസ് ചെയ്യുന്ന ഒരു റൂമർ വന്നിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് റൂമറാണ്. നോക്കാൻ എന്തായാലും. റെസിഡന്റ് ഇവിൽ റെക്യൂമിൽ ഒരു പുതിയൊരു ഡിഫിക്കൽറ്റി മോഡ് ഉണ്ട്. ടൈപ്പ് റൈറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇങ്ക് റിബൺസ് കളക്ട് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ഗെയിം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്രിംസൺ ഡിസൈഡ് എന്ന് പറയുന്ന ഒരു അപ്കമിംഗ് ഗെയിമിന്റെ വേൾഡ് എന്ന് പറയുന്നത് സ്കൈറിമിനേക്കാളും RDR 2 വലുതാണെന്നാണ് പറയുന്നത്. ഇതിന്റെ ട്രെയിലറെല്ലാം അടിപൊളിയായിരുന്നു. ഈ വർഷം ഇറങ്ങുന്നതിൽ വെച്ചിട്ട് തന്നെ എന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഗെയിമാണ് ഇത്. ടോം റൈഡേഴ്സിന്റെ ഒരു ലൈവ് ആക്ഷൻ സീരീസ് ആമസോൺ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോഡ് ഓഫ് വാറിന്റെ ഒരു സീരീസും ആമസോൺ പ്രൈമിൽ വരുന്നുണ്ട്. എനിക്ക് ഒരൊറ്റ ലൈവ് ആക്ഷൻ ഗെയിം പോലും ആ ഒരു ഗെയിം കളിക്കുന്ന ഫീൽ ഇതുവരെ തന്നിട്ടില്ല. എന്ന് വെച്ച് എല്ലാ ലൈവ് ആക്ഷനും മോശമാണെന്നൊന്നല്ല, അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ലൈവ് ആക്ഷൻ മൂവീസ് എല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു ഗെയിം കളിക്കുന്ന ഫീല് ഒറ്റ ലൈവ് ആക്ഷൻ എനിക്ക് പേഴ്സണലി തന്നിട്ടില്ല. കോൾ ഓഫ് ഡ്യൂട്ടി സീരീസിലെ തന്നെ മെയിൻ കോർ ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള ഇൻഫിനിറ്റി വാർഡിന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള വിൻസ് സാംബെല്ല കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. ഇപ്പോൾ ഗെയിമിംഗ് സ്റ്റാർട്ട് ചെയ്തവർക്ക് ചിലപ്പോൾ ആ ഒരു കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ഹൈപ്പ് എന്നുള്ളത് അറിയില്ല. പക്ഷെ കുറച്ച് മുന്നേ ഒക്കെ ആ ഒരു റിലീസ് ചെയ്ത സമയത്തൊക്കെ അതിനുണ്ടായിരുന്ന ഒരു റേഞ്ച് ഉണ്ടല്ലോ, വേറെ ലെവലായിരുന്നു. മിക്ക ആൾക്കാരും എല്ലാം ഗെയിമിലോട്ട് വരുമ്പോൾ തന്നെ കളിച്ച് തുടങ്ങുന്ന ഒരു ഗെയിമാണ് ഈ ഒരു കോൾ ഓഫ് ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഡേവിഡ് റോസ് എന്ന് പറയുന്ന സെഗയുടെ കോ ഫൗണ്ടറും കഴിഞ്ഞ വർഷം മരിച്ചു. ഒട്ടുമിക്ക ആൾക്കാരുടെ നൊസ്റ്റാൾജിക് ഗെയിംസ് അല്ല മിക്കവാറും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സെഗ ആയിരിക്കും. ഇന്നൊരു പക്ഷേ ഇവരുടെ ഗെയിംസും അത്ര വലിയ ഫേമസ് അല്ല. പക്ഷേ കുറച്ച് മുന്നേ എല്ലാ ഹാൻഡ് ഹെൽഡ് ഗെയിംസിലും ഏറ്റവും മെയിൻ ആയിട്ട് നിന്നിരുന്നത് ഈ ഒരു സെഗയുടെ ഗെയിംസ് ആയിരുന്നു. ഈ ഹാൻഡ് ഹെൽഡ് ഡിവൈസിനെ ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ സ്വിച്ചോ റോഗിന്റെ അലിയോ സ്റ്റീമിന്റെ ഒന്നും അല്ല. പണ്ട് കുറെ ഡിവൈസസ് ഉണ്ടായിരുന്നു, ഗെയിം ബോയ്, PS Vita, അതായത് ആ ഒരു റെട്രോ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അങ്ങോട്ട് VR-ന്റെ കുറച്ച് ന്യൂസുകളുണ്ട്, അതൊന്ന് നോക്കാം. കുറെ VR കമ്പനീസ് എല്ലാം എംപ്ലോയീസിനെല്ലാം ലേ ഓഫ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മെറ്റ 3 VR സ്റ്റുഡിയോസ് ആണ് ക്ലോസ് ചെയ്തത്. ഡെഡ് പൂളിന്റെ എല്ലാം VR ഡെവലപ്പ് ചെയ്തിട്ടുള്ള ട്വിസ്റ്റഡ് പിക്സൽ, റെസിഡന്റ് ഇവിൽ 4ന്റെ VR ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആർമാച്ചൂർ സ്റ്റുഡിയോ, അതുപോലെ തന്നെ ഹയസ്റ്റ് റേറ്റഡ് മെറ്റാഗോസ്റ്റ് VR ഗെയിം ആയിട്ടുള്ള ആസ്കാർഡ് ഉറാക്ക് 2 എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ള സഞ്ച്വാറോ ഗെയിംസ്, ഇതെല്ലാം ഇവർ ക്ലോസ് ചെയ്തു. അതുപോലെ ബാറ്റ്മാൻ ആർക്കം ഷാഡോസ് എന്ന് പറഞ്ഞ ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമോഫ്ലേജ് സ്റ്റുഡിയോസിലും നല്ല രീതിയിൽ ലേ ഓഫ് എല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് VR ഗെയിമും ക്യാൻസൽ ചെയ്തു. ഇത് കൂടാണ്ട് ഹാരി പോട്ടറിന്റെ ഒരു VR ഗെയിമും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഒന്നാമത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് AI-ലോട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു VR എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ബട്ട് അതിന് റിട്ടേണും പ്രോഫിറ്റ് എല്ലാം ഭയങ്കര കുറവാണ്. ഓഫ് കോഴ്സ് അത് അങ്ങനെ വരുള്ളൂ. ഈ ഒരു VR വെച്ചിട്ടൊന്നും സ്ഥിരമായിട്ട് നമുക്ക് ഗെയിം കളിക്കാനൊന്നും പറ്റില്ല. കുറച്ച് നേരമൊക്കെ ഇതൊന്നും കളിക്കാനല്ലാണ്ട് സ്ഥിരമായിട്ട് ഇത് വെച്ച് കളിക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ ആണ് നമുക്ക് തലക്കെല്ലാം. പക്ഷേ അടുത്ത മെയിൻ സംഭവം എന്ന് പറയുന്നത് VR ഗ്ലാസസ് ആണ്. അതിനെക്കുറിച്ച് കുറച്ച് ന്യൂസ് എല്ലാം ഉണ്ട്, അത് ഞാൻ പറയാം. Cyberpunk 2077ന്റെ VR മോഡ് ക്യാൻസൽ ചെയ്തു. ഈ ഒരു VR മോഡ് പെയ്ഡ് ആയതുകൊണ്ടാണ് CD Projekt Red ഇത് എടുത്തു കളഞ്ഞത്. ആൻഡ് ഇതിന് ക്രിയേറ്റർ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാനും സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്തു. GTA 6 റോക്സ്റ്റാർ നോർത്തിന്റെ ഓഫീസ് തീ പിടിച്ചു. ഒരു ബോയിലർ എക്സ്പ്ലോഷൻ എന്നാണ് പറയുന്നത്. കണ്ടറിയാം ഇനി GTA 6 എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. റോക്സ്റ്റാർ ടെർമിനൽ ഇൽനെസ് ബാധിച്ചിട്ടുള്ള ഒരു ഫാനിന് GTA 6 ഒരു എയർലി ആക്സസ് കൊടുത്തെന്ന് പറയുന്നുണ്ട്. ഇത് ഏകദേശം ഒരു കൺഫേംഡ് റൂമേഴ്സിലേക്കാണ്. പക്ഷേ ഇത് എവിടെയും റോക്സ്റ്റാർ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ഇവർ ഇതിന് മുന്നേ RDR 2 ഇൽനെസ് ബാധിച്ചിട്ടുള്ള ഒരു ഫാനിന് എയർലി ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യത്തിലെല്ലാം റോക്സ്റ്റാർ സെറ്റാണ്. ഈ ഒരു ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഈ റോക്സ്റ്റാർ ആണ്. അത് അവരുടെ ഒരു ഗെയിംസിന് ക്വാളിറ്റി കാണാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ഗെയിംസിനും അതിൻ്റെതായ ഒരു യൂണിക്നെസ്സും ആ ഒരു ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. കറന്റ് ഞാൻ RDR 2 കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ RDR 2നെ കുറിച്ചിട്ടും അതുപോലെ തന്നെ റോക്സ്റ്റാർ ഗെയിംസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഇനി ഹാർഡ്വെയറിന്റെ സൈഡിലോട്ട് വരുമ്പോൾ കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോ 2026-ൽ ഹൈപ്പറെക്സും ന്യൂറോണും പാർട്ട്ണർഷിപ്പിൽ ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റ് റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഈ EEG സെൻസേഴ്സ് എല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിന്റെ ആ ഒരു സ്ട്രെസ് ലെവലും ഫോക്കസ് ലെവലും വർക്ക് ലോഡെല്ലാം അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗെയിം പ്ലേ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനാണ് ഈ ഒരു ഹെഡ്സെറ്റ്. കറന്റ് ഇതൊരു ടെസ്റ്റിംഗ് സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിലീസ് ഡേറ്റും പ്രൈസും ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. റേസർ പ്രൊജക്ട് മൊട്ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറ വെച്ചിട്ടുള്ള ഒരു ഗെയിം ഹെഡ്സെറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹെഡ്സെറ്റിന് 2 ഇയർ കപ്സിലാണ് ഓരോ ക്യാമറാസ് വീതം വെച്ചിരിക്കുന്നത്. ഇത് കൂടാണ്ട് ഒരു സ്നാപ്ഡ്രാഗൺ ചിപ്പും ബിൽറ്റ് ഇൻ AI എല്ലാം ഉണ്ട്. സോ നമ്മൾ കാണുന്നത് തന്നെ ആ ഒരു ഹെഡ്സെറ്റും കാണും. അതുകൊണ്ട് തന്നെ AI എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റും ഈ ഒരു ബോസിനെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യാം, ഈ ഒരു സാധനങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം, അതെല്ലാം ക്യാമറ ഉള്ള ഹെഡ്സെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ChatGPT അത്ര തന്നെ. എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് മൊത്തം AI ആണല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കുറവ് വേണ്ട. ഈ വർഷം ഇത് റിലീസ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കണ്ടറിയാം. അതേപോലെ റേസർ അലക്സയ്ക്ക് പകരമായിട്ട് ഒരു പ്രൊജക്ട് എവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെസ്ക്ടോപ്പ് ബേസ്ഡ് AI കമ്പനിയാണ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. കമ്പയർ ടു അലക്സ ഇത് കാണാൻ ഭയങ്കര രസമുണ്ട്. ആ ഒരു ഹോളോഗ്രാം എല്ലാം വെച്ചിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള അവതാരസിനെല്ലാം സെലക്ട് ചെയ്യാം. ഇൻബിൾട്ട് ആയിട്ടുള്ള ക്യാമറ ഉണ്ട്, മൈക്രോഫോൺ എല്ലാം ഉണ്ട്, പിന്നെ AI കമ്പനീൻ്റെ എല്ലാ വർക്കും ഫംഗ്ഷൻസ് എല്ലാം ഉണ്ട്. അത് കൂടാണ്ട് ഗെയിമിങ്ങിലോട്ട് കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വോൾവറൈൻ V3 എന്ന് പറഞ്ഞൊരു ബ്ലൂടൂത്ത് കൺട്രോളറും അനൗൺസ് ചെയ്തിട്ടുണ്ട്. വയേർഡ് USB കണക്ഷനും കാട്ടിയും ലോ ലേറ്റൻസി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് LG TVയിൽ ക്ലൗഡ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു കൺട്രോളറും ഈ ഒരു TVയും തമ്മിൽ കണക്ട് ചെയ്താൽ ചിലപ്പോൾ അത്രയും ലോ ലേറ്റൻസി കിട്ടുമായിരിക്കാം.
ഇതിനെല്ലാം ഒപ്പം കുറച്ച് ഗെയിമിംഗ് ചെയേഴ്സും റേസർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റോഗും കോജിമ പ്രൊഡക്ഷൻ തമ്മിൽ ഒരു കൊളാബിൽ ഫ്ലോ Z13 എന്ന് പറഞ്ഞ ലാപ്ടോപ്പ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡെത്ത് സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ഒരു ഗെയിമിന്റെ ഒരു തീമാണ് ഈ ലാപ്ടോപ്പിന് കൊടുത്തിരിക്കുന്നത്. ആസ്യൂസ് റോഗ് എക്സ്റേൽ R1 AR ഗെയിമിംഗ് ഗ്ലാസസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 240 ഹെർട്സ് മൈക്രോ OLED 171 ഇഞ്ച് ഡിസ്പ്ലേ ഒക്കെയാണ് ഇതിന്റെ ഒരു സ്പെക്ക്. ഇതാണ് മുമ്പേ മെറ്റയുടെ ഇഷ്യൂ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു വലിയൊരു VR പകരം VR ഗ്ലാസസ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കിടിലനായിരിക്കും. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്ര വലിയൊരു ഡിസ്കംഫോർട്ട് ഒന്നും ഫീൽ ചെയ്യില്ല. ഇനി ആ ഒരു കണ്ണിന് എന്തൊക്കെ രീതിയിലുള്ള ഇഷ്യൂ വരും എന്നുള്ളതെല്ലാം അത് ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ കമ്പയർ ടു VR ഗ്ലാസസ് ആണ് ഇനി ഒരു ഫ്യൂച്ചർ. ഇനിയിപ്പോൾ മൊബൈലും മറ്റു കാര്യങ്ങളെല്ലാം ഇതുപോലെ മെല്ലെ മെല്ലെ ഒരു VR ഗ്ലാസസിലോട്ട് മാറി വരും. എന്തായാലും റിലീസ് ചെയ്തിട്ട് ഓരോരുത്തരുടെ അഭിപ്രായം നമുക്ക് നോക്കാം. ഇതിന്റെ സ്പെക്ക് എല്ലാം കിടിലനാണ്. ഓഡിയോ ആയാലും അതിന്റെ ലേറ്റൻസി ആയാലും മറ്റു സ്പെക്ക് എല്ലാം അടിപൊളിയാണ്. ഇതിന് റിലീസ് ഡേറ്റ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. 2026 ഇറങ്ങുന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. ഇനി ഇതിന്റെ പ്രൈസ് ഏകദേശം $700 എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇന്ത്യയിൽ വരുമ്പോൾ ഏകദേശം ഒരു 1,00,000 അടുത്തായിരിക്കും ഇതിന്റെ പ്രൈസ്. എന്തായാലും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ അറിയാം. ഒട്ടുമിക്ക ആൾക്കാരും ഇത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ചൈനീസ് മോഡറും യൂട്യൂബറും ആയിട്ടുള്ള XNZ Nintendo Xbox 5 എന്ന് പറഞ്ഞൊരു കസ്റ്റം കൺസോൾ, അതായത് പ്ലേ സ്റ്റേഷനും Xboxും സ്വിച്ചും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസോൾ ഉണ്ടാക്കി എല്ലാ കൺസോൾസിനും കോമൺ ആയിട്ടുള്ള ഫാനും പവർ സപ്ലൈ എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഓരോന്നിന്റെ മെയിൻ കമ്പോണൻസ് സെപ്പറേറ്റ് ആയിട്ട് ഒരു 3D പ്രിന്റഡ് കേസിന്റെ ഉള്ളിൽ വെച്ചു. നിങ്ങളിലും ഈ 3 കൺസോൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വാർഹൈമർ എന്നൊരു ഗെയിമിന്റെ മേക്കേഴ്സ് സ്റ്റാഫിന്റെ അടുത്ത് കണ്ടന്റിനും ഡിസൈനും വേണ്ടിയിട്ട് AI യൂസ് ചെയ്യുന്നത് ബാൻ ചെയ്തിരിക്കുകയാണ്. പേഴ്സണലി AI യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. കാരണം ഒരാളുടെ ജോബ് അത് സിമ്പിൾ ആക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അതിനുള്ളിൽ വേറെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും അത് ബാൻ ചെയ്തത്. AI കാര്യം പറഞ്ഞപ്പോഴാണ്. ഇനി നമുക്ക് സോണിയിലോട്ട് വരാം. PS5 പ്രോയിൽ ഈ വരുന്ന മാർച്ചിൽ ഒരു AI അപ്സ്കെയിലിംഗിന്റെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ഓൾറെഡി പ്ലേ സ്റ്റേഷനിൽ നല്ല രീതിയിൽ അപ്സ്കെയിലിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ ഗെയിമിന്റെയും ഫ്രെയിം റേറ്റും വിഷ്വൽസ് എല്ലാം AI വെച്ചിട്ട് കൂടി അപ്സ്കെയിൽ ചെയ്യാനായിരിക്കാം അങ്ങനെ കൊണ്ടുവന്നത്. സോണി ഒരു AI പേറ്റന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരാണ് ഗോസ്റ്റ് അസിസ്റ്റന്റ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗെയിമിൽ എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്ക് ആയി നിൽക്കുകയാണ്, ഒരു ബോസിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സ്റ്റക്ക് ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡ് വെച്ചിട്ട് ആ മിഷൻസ് എല്ലാം AI കംപ്ലീറ്റ് ചെയ്യും. ഇതിന്റെ ഒരു ആവശ്യമില്ലാന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. മെയിനായിട്ട് ഇത് ആവശ്യം വരാം സോൾസ് ലൈക്ക് ഗെയിംസ് ആണ്. ആ ഒരു ഗെയിംസിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതിനൊരു ഡിഫിക്കൽറ്റിയാണ്. എന്തായാലും ഇതിന് വരാനൊക്കെ കുറെ സമയം എടുക്കും. അത് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. PS6 2028 പുഷ് ചെയ്തെന്ന് കേൾക്കുന്നുണ്ട്. കാരണം എന്താ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, റാമിന്റെയും SSD ഗ്രാഫിക്സ് കാർഡിന്റെ എല്ലാം ഷോർട്ടേജ് ആണ്. ജനുവരി 22 എക്സ്ബോക്സിന്റെ ഡെവലപ്പേഴ്സ് ഡയറക്ട് എന്ന് പറഞ്ഞ ഇവന്റ് നടന്നിരുന്നത്. ഇതിലെ തന്നെ വൺ ഓഫ് ദ കീ അനൗൺസ്മെന്റ് ആയിരുന്നു ഫോർസ ഹൊറൈസൺ 6ന്റെ ഫസ്റ്റ് ലുക്ക്. ഫോർസ സീരീസിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സീസണൽ മാപ്പാണ് ഇതിലുള്ളത്. ഇപ്രാവശ്യം ഇതിന്റെ വേൾഡ് എന്ന് പറയുന്നത് ജപ്പാനാണ്. ഓൾറെഡി ഈ ഒരു സീരീസിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഇതിന്റെ കൂടെ ഞാൻ ഒരു ജപ്പാന്റെ ബ്യൂട്ടി കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആ ഒരു ഗെയിം പ്ലേയുടെ വിഷ്വൽസ് കിഡിലനായിരിക്കും. മെയ് 19 PC-യിലും Xboxിലും റിലീസ് ചെയ്യുന്നത്. പ്ലേ സ്റ്റേഷൻ റിലീസ് ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പോക്കിമോൻ ഡെവലപ്പേഴ്സിൽ നിന്ന് മറ്റൊരു ഗെയിം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബീസ്റ്റ് ഓഫ് ഇൻകാർണേഷൻ എന്നാണ് പേര്. ആക്ഷൻ സീൻസ് എല്ലാം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. 1 person 1 dog ആക്ഷൻ RPG ആണ് ഈ ഒരു ഗെയിമിന് എല്ലാവരും പറയുന്നത്. മെയിൻ ക്യാരക്ടറായിട്ട് ഒരു ഫീമെയിൽ ലീഡും കൂടെ ഒരു ഡോഗും ആൻഡ് അവരുടെ ഒരു ജേണിയാണ് ഈ ഒരു ഗെയിം. ഈ വർഷം സമ്മറിൽ റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലേ സ്റ്റേഷനും PC-യിലും Xboxിലും ഇത് അവൈലബിൾ ആയിരിക്കും. റിലീസ് ഡേറ്റ് കറക്റ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, കിട്ടുന്ന പക്ഷം അറിയിക്കാം. ഈ വർഷം സ്പ്രിംഗിലായിരിക്കും കിൽ എന്ന് പറഞ്ഞൊരു ഗെയിം റിലീസ് ചെയ്യുന്നത്. ഇതൊരു ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിമാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വിഷ്വൽസ്. താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്യുക. പ്ലേ സ്റ്റേഷനിലും Xboxിലും PC-യിലും ഇത് അവൈലബിൾ ആയിരിക്കും. ഈ ഇവന്റിലെ അടുത്തൊരു ബിഗ്ഗസ്റ്റ് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് ഫാബിൾസ് ആണ്. ഈ സീരീസിന്റെ 4ാമത്തെ ഗെയിമാണ്. ഫാബിൾസ് 4 എന്ന് പറയുന്ന പേരിന് പകരം വെറും ഫാബിൾസ് എന്നാണ് ഇത് ഇട്ടിരിക്കുന്നത്. വേറെ ലെവൽ ഓപ്പൺ വേൾഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഏകദേശം 1000-നും മേലെ വോയിസ് ഉള്ള NPC ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ ഒരു വേൾഡിലും ഈ NPCയുടെ ഇടയിലെല്ലാം റിഫ്ലക്റ്റ് ആവും. ഇതുപോലത്തെ കുറേ ഫീച്ചേഴ്സ് ഉള്ള ഒരു പക്ക ഓപ്പൺ വേൾഡ് ഫാന്റസി ഗെയിമായിട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഇതിന് തൊട്ട് മുന്നായിട്ടുള്ള ഒരു ഗെയിം ഫാബിൾസ് 3 ഇറങ്ങിയത് 2010-ലാണ്. അതിനുശേഷം അതായത് 16 വർഷത്തിന് ശേഷമാണ് അതിന് അടുത്തൊരു സീരീസ് ഇറങ്ങുന്നത്. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. ഈ വർഷം അവസാനം അതായത് സെപ്റ്റംബറിന് ശേഷമായിരിക്കും ഈ ഒരു ഗെയിം റിലീസ് ചെയ്യുക. ആൻഡ് പ്ലേ സ്റ്റേഷൻ PC-യിലും Xboxിലും ഇത് അവൈലബിൾ ആയിരിക്കും. ഈ വർഷം Xbox ഗെയിം പാസിൽ വരുന്ന കുറച്ച് ഗെയിംസിൻ്റെ ലിസ്റ്റ് ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളിതൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇത്രമാണ് എനിക്ക് കിട്ടിയ കുറച്ച് മേജർ ന്യൂസും അപ്ഡേറ്റ്സും എല്ലാം. ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതല്ല ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം.